ജഡ്ജിയുടെ ഭാര്യ തറയിൽ എന്തോ തിരയുന്നത് കണ്ട് സന്ദീപ് ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അയാളുടെ പോലീസ് ബുദ്ധി അവിടെ തന്നെ നിൽക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. സന്ദീപിനെ കണ്ടതും ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മോതിരം കയ്യിൽ നിന്ന് ഊരിപ്പോയെന്നും അത് തിരയുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. സന്ദീപ് അത് വിശ്വസിച്ചില്ലെങ്കിലും അത് വിശ്വസിച്ചതായി അഭിനയിച്ചു. പിന്നീട് സന്ദീപ് ജഡ്ജി കൊടുത്ത കാര്യസ്ഥൻ ഗോപാലൻ്റെ പെങ്ങളുടെ അഡ്രസ്സ് അന്വേഷിച്ച് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഗോപാലൻ തൻ്റെ ഭർത്താവില്ലാത്ത പെങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായി പൈസ അയച്ചു കൊടുക്കാറുണ്ടെന്നായിരുന്നു. മരിച്ചുപോയ ഗോപാലൻ്റെ പേരിൽ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് മറ്റാരോ ആണെന്ന് സന്ദീപ് അവിടെ നിന്ന് തന്നെ ഉറപ്പിച്ചു. തൻ്റെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടെ സന്ദീപ് തൻ്റെ വീടിനടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് കയറി. അവിടെ ചെന്ന സന്ദീപ് ജഡ്ജിയുടെ വീട്ടിലുള്ള കാര്യസ്ഥൻ ഗോപാലൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് അവിടെ ഇരുന്ന ഒരു വയസ്സായ മനുഷ്യൻ ആ വീട്ടിലെ അംഗങ്ങളാരും പുറത്തുള്ള ആരോടും ഒന്നും സംസാരിക്കാത്ത ആൾക്കാരായിരുന്നു എന്നും അതുകൊണ്ടല്ലേ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഒരു അലർച്ച കേട്ടിട്ടും അയൽവാസികളാരും ചെന്ന് നോക്കാഞ്ഞതെന്നും സന്ദീപിനോട് പറഞ്ഞു. ആ വീട്ടിലെ ഒരു ജോലിക്ക് പോലും പുറത്തുനിന്ന് ആരെയും വിളിക്കാറില്ലായിരുന്നു എന്നും ആ വീട്ടിലാകെ ജോലിക്കുണ്ടായിരുന്നത് വേലക്കാരി ചന്ദ്രയും ഡ്രൈവറും പിന്നെ കാര്യസ്ഥൻ ഗോപാലനും മാത്രമായിരുന്നു എന്നും പറഞ്ഞു. വേലക്കാരിയുടെ പേര് കേട്ടപ്പോൾ സന്ദീപ് ആകെ ഒന്ന് ഞെട്ടി. പിന്നീട് ആ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവരെയും കൂടെയല്ലേ എറണാകുളത്തെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് ആ വൃദ്ധൻ മറുപടി പറഞ്ഞു. താൻ ജഡ്ജിയുടെ വീട്ടിൽ പലതവണ പോയെങ്കിലും തനിക്ക് ചായ കൊണ്ടുവരുന്നത് ജഡ്ജിയുടെ ഭാര്യയാണെന്ന് സന്ദീപ് ഓർത്തു. അപ്പോൾ തന്നെ സന്ദീപ് എറണാകുളത്തേക്ക് തിരിച്ചു. സന്ദീപിനെ പെട്ടെന്ന് കണ്ടതും ജഡ്ജിയുടെ ഭാര്യ നിങ്ങൾ ഇതുവരെ അന്വേഷണം വിട്ടില്ലേ എന്നും ഞങ്ങൾക്കിനിയൊന്നും അതിനെക്കുറിച്ച് ഓർക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. താനിവിടെ അടുത്ത് വന്നപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണെന്ന് സന്ദീപ് മറുപടി പറഞ്ഞു. ഇവിടെ സെർവൻസ് ആരും ഇല്ലേ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ഇവിടെ മറ്റാരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നതെന്ന് ജഡ്ജിയുടെ ഭാര്യ മറുപടി പറഞ്ഞു. സന്ദീപ് പെട്ടെന്ന് അവർ കൊടുത്ത ചായ മനഃപൂർവ്വം തൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു. അതിനുശേഷം കൈ വാഷ് ചെയ്യാനെന്നുള്ള വ്യാജേനെ അടുക്കളയിലേക്ക് ചെന്നു. സന്ദീപ് പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി ചെന്നതും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വയസ്സായ സ്ത്രീ സന്ദീപിനെ കണ്ടൊന്ന് ഞെട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.